ഭരണപ്രതിപക്ഷങ്ങളെ ഒരുമിച്ച് നിർത്തി വികസനം നടപ്പാക്കുമെന്ന് നിയുക്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ 24നോട്. ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മില്ലി മോഹൻ പറഞ്ഞു. ദീപക് ധർമ്മട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എക്കാലത്തും ഇടതുമുന്നണിക്കൊപ്പം നിന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇക്കുറി UDF പിടിച്ചെടുത്തു. UDFിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മില്ലി മോഹൻ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ടീച്ചറെ. ഒരു അധ്യാപിക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണ്. അങ്ങേക്കാണെങ്കിൽ ഒറ്റ മെമ്പറായി ഇടതുപക്ഷത്തിന് എതിരെ ജില്ലാ പഞ്ചായത്തിൽ മുൻപ് പോരാടിയ ഒരു ചരിത്രമാണുള്ളത്. എന്താണ് പ്രഥമ പരിഗണന? രാഷ്ട്രീയമാണോ അതോ മറ്റു കാര്യങ്ങളാണോ? വികസനമാണ്, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജില്ലയിൽ ഒട്ടേറെ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വനിതകൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരിക്കും. സ്ത്രീകൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ തന്നെ സ്ത്രീ സുരക്ഷയും അത്തരം കാര്യങ്ങളുമുണ്ട്. അതിലെന്തൊക്കെ മുൻതൂക്കം? ശക്തമായ ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം അതൊരു വലിയൊരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ജില്ലാ പഞ്ചായത്തിന് സ്കൂളുകളിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള പ്രോജക്ട്സ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് ടീച്ചറെ, രാഷ്ട്രീയമായി നോക്കിയാൽ പൊളിറ്റിക്കലായിട്ട് CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഭരിക്കാൻ പോകുന്നത്. അപ്പം രാഷ്ട്രീയ വെല്ലുവിളികൾ ഉണ്ടാകും. ഇതിനെ എങ്ങനെയായിരിക്കും നേരിടുന്നത്? അതിനെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരിടും. ടീച്ചർ പ്രസിഡന്റ് ആവുമെന്നുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു മത്സരത്തിനിറങ്ങുമ്പോൾ? ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. പാർട്ടി ആരോ തീരുമാനിക്കുന്നു അവരാകും എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അത് കഴിഞ്ഞ് അറിഞ്ഞപ്പോഴെന്താ പെട്ടെന്ന് തോന്നിയത്? വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇപ്പം നേതാക്കളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പള്ളിയെ ഇന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഇവരോടൊക്കെ എന്താണ്, ഇവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ പോകുന്ന സമയത്ത് അവർ തരുന്ന സന്ദേശം എന്താണ് അങ്ങ് പങ്കുവെക്കുന്നത്? ഒത്തിരി ആശയങ്ങൾ അവർ പങ്കുവെച്ചു. പല കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരൊരു ധാരണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവർക്ക് അതുപോലുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ജനത്തോടൊപ്പം നിൽക്കണമെന്നുള്ള വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലും ഒരു ടീച്ചറായിരിക്കും? ഇല്ല, ടീച്ചറാവാൻ ശ്രമിക്കില്ല. കാരണം പലതും പുതിയ അംഗങ്ങളാണ്, അവരെ പഠിപ്പിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും നല്ല പ്രോജക്ട്സ് നമുക്ക് കൊണ്ടുവരാം. എല്ലാവരുമായി ചേർന്നിരുന്നു കൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നും വേർതിരിവില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് വേണം പോകാൻ. നല്ല ആശയങ്ങളുള്ള ഒട്ടേറെ ആൾക്കാരാണ് വരുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്നല്ലേ നമ്മുടെ ജില്ലയിലെ വികസനം ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു. എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വികസനം, ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് വികസനത്തിന് ഒപ്പം നിർത്തുക എന്നുള്ള ആശയമാണ് മില്ലി മോഹൻ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ രാജേഷ് വളരികൊണ്ടിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. പത്തനംതിട്ട കോന്നി കല്ലേലി ചെളിക്കുഴിയിൽ കാട്ടാനാക്രമണം. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി ഷൈജു മൻസിൽ അനീഷിന്റെ 300ഓളം വാഴകളും കവുങ്ങും ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സോളാറും കാട്ടാനാക്രമണത്തിൽ നശിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.